എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മലയാളികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ജട്ടി കേസിൽ അവസാനം മന്ത്രിയായിരുന്ന ശ്രീ ആൻ്റണി രാജു കുറ്റവാളിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. സുദീർഘമായിട്ടുള്ള ഒരു ചരിത്രമുള്ള കേസാണ്. 30 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു കേസാണ്. പലതവണ ശ്രീ ആൻ്റണി രാജു രക്ഷപ്പെട്ടു പോയ ഒരു കേസാണ്. പക്ഷേ അവസാനം അനിവാര്യമായിട്ടുള്ള വിധി അദ്ദേഹത്തിനെ തേടി വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിലും മറ്റും ട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജട്ടി കേസ് അല്ലെങ്കിൽ ബ്രീഫ് കേസ് എന്നൊക്കെ പറയുന്ന ഈ കേസിന് അങ്ങനെയുള്ള ഒരു മാനം മാത്രമല്ല ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ ആൻ്റണി രാജുവിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതീവ ഗുരുതരമാകുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ്. കേവലം ചിരിച്ച് തള്ളേണ്ടുന്ന, ട്രോൾ ചെയ്ത് മാത്രം കളയേണ്ടുന്ന ഒരു വിഷയമല്ല ഇത്. മറിച്ച് അതിനേക്കാൾ അതീവ ഗുരുതരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഈ ജട്ടി കേസിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. അപ്പോൾ എന്തൊക്കെയാണ് സത്യത്തിൽ ഈ ജട്ടി കേസിൻ്റെ ശരിയായിട്ടുള്ള വിവരങ്ങൾ, എന്താണ് ഇതിലുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആൻ്റണി രാജുവിൻ്റെ ഇടപെടലുകൾ, ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ആദ്യം തന്നെ ഈ കേസിൻ്റെ ചരിത്രം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനാസ്പദമായിട്ടുള്ള അറസ്റ്റ് നടക്കുന്നത് 1990 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് ആൻഡ്രൂ സാൽവത്തോറെ സെർവേലി എന്ന ഒരു ഓസ്ട്രേലിയക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അയാളുടെ കയ്യിൽ നിന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ 61 ഗ്രാം ഹാഷിഷാണ് അന്ന് കണ്ടെത്തിയത്. കേസ് കോടതിയിൽ വരുമ്പോൾ സെലിൻ വിൽഫ്രഡ് എന്ന അഭിഭാഷകയാണ് പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്നത്. ഈ അഭിഭാഷകയുടെ ജൂനിയറായിട്ടാണ് അന്ന് ആൻ്റണി രാജു ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഈ ഓസ്ട്രേലിയൻ പൗരൻ ആ കേസ് തോറ്റു. ശിക്ഷയായിട്ട് കിട്ടിയത് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. എന്നാൽ അതിനെതിരെ അപ്പീലിനു വേണ്ടി അയാൾ ഹൈക്കോടതിയിൽ പോയി. കുഞ്ഞിരാമ മേനോൻ എന്ന അഭിഭാഷകനാണ് അവിടെ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായത്. അവിടെ ഒരു പ്രധാനപ്പെട്ട വസ്തുത അഭിഭാഷകൻ മുന്നോട്ട് വയ്ക്കുന്നു. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു തെളിവായിട്ട് ഈ കേസിൽ കോടതിക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ ഈ പ്രതിയെ വെറുതെ വിടുകയുമാണ് ചെയ്തത്. എന്തായിരുന്നു കാരണം എന്ന് വെച്ചാൽ, ഈ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് 61 ഗ്രാം ഹാഷിഷ് കിട്ടിയത് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ വാദം. അങ്ങനെയെങ്കിൽ ആ അടിവസ്ത്രം ഈ പ്രതിക്ക് ഇടാനായിട്ട് സാധിക്കണം. എന്നാൽ കേരളത്തിൽ ചൂട് കൂടുതലായിരുന്നതുകൊണ്ട് ഈ പ്രതി അടിവസ്ത്രം ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ അവിടെ ഹാജരാക്കിയിരിക്കുന്ന തൊണ്ടി മുതൽ എന്ന് പറയുന്ന അടിവസ്ത്രം അയാളുടേതായിരുന്നില്ല എന്നുള്ളതുമായിരുന്നു പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ അവിടെ ഹാജരാക്കിയിരിക്കുന്ന അടിവസ്ത്രം ഈ പ്രതിയുടേതല്ല എന്നും അത് അയാൾക്ക് പാകമാകുന്ന അടിവസ്ത്രം പോലുമല്ല എന്നുള്ളതുമായിരുന്നു പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ അത് പരിശോധിക്കാനായിട്ട് കോടതി സന്നദ്ധമാകുന്നു. ഈ പ്രതിയോട് ഈ അടിവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെടുന്നു. അത് അയാളുടെ സൈസിനേക്കാൾ വളരെ ചെറിയ സൈസ് ആയിരുന്നതുകൊണ്ട് അയാൾക്കത് ധരിക്കാൻ കഴിയില്ല എന്ന് തെളിയുന്നു. അങ്ങനെ കേസ് പൊളിയുന്നു. ഈ പ്രതി മോചിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ മോചിപ്പിക്കപ്പെട്ട ഉടനെ തന്നെ ഈ ആൻഡ്രൂ സാൽവറ്റോറെ സെർവേലി എന്ന ഓസ്ട്രേലിയക്കാരൻ സ്വതന്ത്രനായി ഉടൻ തന്നെ അയാൾ രാജ്യം വിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓസ്ട്രേലിയയിൽ പോയ ആൻഡ്രൂ സാൽവറ്റോറെ സെർവേലി എന്ന ഈ പ്രതി അവിടെ വെച്ച് ഒരു കൊലപാതക കേസിൽ അറസ്റ്റിലാകുന്നു. ഇഷ്മെറ്റ് ഷൈഗ്രിയ ബെല്ല എന്നുള്ള ഒരു വ്യക്തിയെ കൊല ചെയ്തതിൻ്റെ പേരിൽ ഇയാളും ഇയാളോടൊപ്പം വെസ്ലി ജോൺ പോൾ എന്നു പേരുള്ള മറ്റൊരാളും ചേർന്ന് പ്രതികളായിട്ട് പോലീസ് കസ്റ്റഡിയിലാകുന്നു. അങ്ങനെ മെൽബൺ റിമാൻഡ് സെൻറ്ററിൽ വെച്ച് ഡിറ്റക്റ്റീവ് സീനിയർ കോൺസ്റ്റബിൾസായ വുൾഫ് ഗ്രീൻ എന്നിങ്ങനെ പേരുള്ള 2 ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിനിടെ ഈ വെസ്ലി ജോൺ പോൾ തൻ്റെ സഹപ്രതിയെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അയാൾ കേരളത്തിൽ വെച്ച് തൊണ്ടിമുതലിൽ തിരിമറി നടത്തി ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ട് തന്നോട് ജയിലിൽ വെച്ച് വീമ്പിളക്കിയിട്ടുണ്ട് എന്നാണ് വെസ്ലി ജോൺ പോൾ ഈ ഡിറ്റക്റ്റീവ്സിനോട് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞ ഉടൻ തന്നെ ഡിറ്റക്റ്റീവ്സ് ആ വിവരം ഇന്റർപോളിനെ അറിയിക്കുന്നു. ഉടൻ തന്നെ ഇന്റർപോൾ അത് ഇന്ത്യയിൽ CBIയെ അറിയിക്കുന്നു. അങ്ങനെ ഈ കേസ് വീണ്ടും കേരളത്തിൽ റിവൈവായി വരികയാണ്. കേരളത്തിൽ ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നു. അത് വീണ്ടും അന്വേഷണത്തിലേക്ക് പോകുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു അന്വേഷണം ആൻ്റണി രാജുവിലേക്ക് എത്തുന്നില്ല. അവസാനം ആൻ്റണി രാജു MLA ആയിരിക്കെ നമ്മുടെ ശ്രീ TP സെൻകുമാർ അദ്ദേഹം IG ആയിരിക്കുന്ന സമയത്താണ് പുനരന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു ഓർഡർ ഇടുന്നതും അത് ഇപ്പോഴത്തെ ഈ വിധിയിൽ കലാശിക്കുന്നതും. ഇവിടെ ഇതിനെ ജട്ടി കേസ് എന്ന് വിളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിലെ പ്രധാനപ്പെട്ട മെറ്റീരിയൽ ഓബ്ജക്റ്റ് അഥവാ തൊണ്ടി മുതലായിട്ടുള്ള ഈ വിദേശ പൗരൻ്റെ അടിവസ്ത്രം, അത് അയാൾക്ക് പാകമായിരുന്ന അടിവസ്ത്രമാണ്. അതിലായിരുന്നു ഈ 61 ഗ്രാം ഹാഷിഷും എയർപോർട്ടിൽ വെച്ച് കണ്ടെത്തിയത്. എന്നാൽ അത് അയാൾക്ക് പാകമല്ല എന്നൊരു നറേറ്റീവ് സൃഷ്ടിച്ച് അയാൾ അടിവസ്ത്രം ധരിക്കുന്ന ആളായിരുന്നില്ല ഇവിടെ ചൂട് കാരണം എന്നൊക്കെ പറഞ്ഞ് ഒരു കഥയുണ്ടാക്കി അതുവഴി അയാൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമുണ്ടാക്കാൻ ആൻ്റണി രാജു ഈ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന സെക്ഷനിലെ ക്ലാർക്കുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി
സെക്ഷൻ ക്ലാർക്കായിരുന്ന ജോസ് എന്ന വ്യക്തിയോട് സംസാരിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും ചേർന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തൊണ്ടി മുതലായിട്ടുള്ള അടിവസ്ത്രം ഈ ജോസ് എടുത്ത് ആന്റണി രാജുവിന് കൊടുക്കുകയും ആന്റണി രാജു അത് പുറത്തു കൊണ്ടുപോയി വെട്ടി ചെറുതാക്കിയതിന് ശേഷം അത് തിരികെ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ ആന്റണി രാജു കാണിച്ച ഏറ്റവും വലിയ അബദ്ധം ഈ തൊണ്ടി രജിസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പേരെഴുതി ഒപ്പിട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തൊണ്ടി ആരാണ് കൈപ്പറ്റിയത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു രേഖ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു ആന്റണി രാജു. തുടർന്ന് ഇതിലെ കയ്യൊപ്പ് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അത് ആന്റണി രാജുവിൻ്റെ ഒപ്പ് തന്നെയാണ് എന്ന് സ്ഥിരീകരണവും വന്നു. അതോടെ ഈ കേസിൽ ആന്റണി രാജു പെട്ടു എന്നുള്ളതാണ് വസ്തുത. തനിക്ക് മേലുള്ള ഈ അന്വേഷണമൊക്കെ തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ വരെ അദ്ദേഹം സമീപിച്ചു. പക്ഷേ വിചാരണ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടത്. ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. എന്നാൽ ഇത് കേവലം ഒരു ജട്ടിക്കേസ് മാത്രമല്ല എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്, ഇതൊരു മയക്കുമരുന്ന് കേസാണ്. മയക്കുമരുന്ന് കേസുകളോട് ഒരു തരത്തിലുള്ള സന്ധിയും പാടില്ല എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ എല്ലാ കാലവുമുള്ള നിലപാട്. അപ്പോൾ കേരള സംസ്ഥാനത്ത് തന്നെ പിൽക്കാലത്ത് മന്ത്രിയായിരുന്നിട്ടുള്ള ഒരാളിൻ്റെ പൂർവ്വ ചരിത്രത്തിൽ മയക്കുമരുന്ന് കേസിലുള്ള ഒരാളിനെ തൊണ്ടിയിൽ തിരിമറി കാട്ടി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ധാർമ്മികമായി പോലും അദ്ദേഹം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു തെറ്റാണ്. അങ്ങനെ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൊണ്ടി മുതലിൽ ഒരു കൃത്രിമത്വം കാണിക്കുന്നതിന് വേണ്ടി ആന്റണി രാജു ശ്രമിച്ചത് എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് പിൽക്കാലത്ത് പ്രവർത്തിക്കാനുള്ള എല്ലാവിധത്തിലുള്ള ക്രെഡിബിലിറ്റിയും ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, നമ്മുടെ നാട്ടിലേക്ക് മയക്കുമരുന്നുമായി വന്ന ഒരു വിദേശ പൗരനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുന്നതിനും അതുവഴി കുറ്റവാളിയാകേണ്ടിയിരുന്ന ഒരാളിനെ വിദേശത്തേക്ക് രക്ഷപ്പെടുന്നതിനു വേണ്ടി പ്രാപ്തനാക്കി എന്നുള്ളതും ആന്റണി രാജു ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റമാണ്. 3, ഇതിനോടകം തന്നെ വ്യക്തമായതുപോലെ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് അഥവാ ഒരു തൊണ്ടി മുതൽ, ആ തൊണ്ടി മുതൽ അനധികൃതമായി കൈവശം വരുത്തി അതിൽ കൃത്രിമത്വം കാണിച്ചിട്ട് അത് കോടതിയിൽ കൊണ്ട് സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കോടതി സംവിധാനത്തിനെ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ മൊത്തത്തിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢമായിട്ടുള്ള ഒരു ശ്രമം, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അദ്ദേഹം നടപ്പാക്കി എന്നുള്ളതാണ് ആന്റണി രാജു ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കുറ്റം. ഇനിയൊന്ന്, ഈ ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള പ്രതി ഒരു സീരിയൽ ഒഫൻഡർ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം തൻ്റെ സ്വന്തം രാജ്യത്തേക്ക് കടന്നു കളഞ്ഞ ഈ വിദേശ പൗരൻ അവിടെ ചെന്ന് ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ട് അകത്ത് കിടക്കുമ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ആ കേസിൽ അയാൾക്കെതിരെ കൊലപാതക കുറ്റം തെളിയിക്കപ്പെട്ടില്ല. പക്ഷേ അനധികൃതമായി ഒരു മൃതശരീരം മറവ് ചെയ്യാനായിട്ട് ഇയാൾ സഹായിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2 വർഷത്തെ തടവ് ശിക്ഷയാണ് അയാൾക്ക് ആ കേസിൽ അവിടെ കിട്ടിയത്. ചുരുക്കി പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ ഇവിടെ നിന്ന് അനധികൃതമായി രക്ഷിച്ച് പുറത്ത് കടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആന്റണി രാജു ശ്രമിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റം. ഇനി ഇത് തന്നെയല്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിട്ട ഈ വിദേശ പൗരൻ സത്യത്തിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് കൂടിയായിരുന്നു എന്നുള്ളത് ഓസ്ട്രേലിയയിലെ വിചാരണ വേളയിൽ തെളിവായ കാര്യവുമാണ്. 1998 മാർച്ച് മാസം 10-ാം തീയതി വിക്ടോറിയൻ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് ഹാംപൽ ഒരു ഉത്തരവിറക്കുന്ന സമയത്ത് ഈ ആൻഡ്രൂ സാൽവറ്റോറെ സെർവേലി എന്ന പ്രതിയുടെ മയക്കുമരുന്ന് ദുരുപയോഗത്തിൽ നിന്നുള്ള റീഹാബിലിറ്റേഷൻ പദ്ധതി ഏതാണ്ട് പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുമുണ്ട്. എന്ന് വെച്ചാൽ അയാൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു സീരിയൽ ഒഫൻഡറായിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള, വളരെ കൃത്യമായിട്ടുള്ള ഡ്രഗ് അബ്യൂസിൻ്റെ പശ്ചാത്തലമുള്ള ഒരു വിദേശ പൗരൻ ഇന്ത്യയിലെ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അനധികൃതമായി കൈവശം മയക്കുമരുന്ന് വെച്ച് വന്നപ്പോൾ അയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന തൊണ്ടി മുതലിൽ കൃത്രിമത്വം കാണിച്ച് അത് കോടതിയിൽ നിന്ന് അനധികൃതമായി എടുത്ത് പുറത്തു കൊണ്ടുപോയി അതിൽ ഈ കൃത്രിമത്വം കാണിച്ച് അതിനെ വെട്ടി ചെറുതാക്കി തിരികെ കൊണ്ടുവന്ന് ഇയാളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആന്റണി രാജു ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ നാട്ടിലുള്ള ഒരു പൗരൻ പോലുമല്ല, വിദേശത്ത് നിന്നുള്ള ഒരാളിനെ ഇവിടെ നിന്ന് ഒരു കേസിൽ നിന്ന് അനധികൃതമായി അയാളെ മുക്തനാക്കി അതുവഴി അയാൾക്ക് ഇവിടെയുള്ള നിയമ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ ശിക്ഷ അനുഭവിക്കാതെ പുറത്തു പോകുന്നതിനുള്ള ഒരു സാധ്യതയുണ്ടാക്കി അങ്ങനെ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ മൊത്തത്തിൽ അട്ടിമറിക്കുന്ന ഒരു ശ്രമമാണ് ആന്റണി രാജുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം കുറ്റവാളിയാണ് എന്ന് കോടതി പറയുമ്പോൾ വെളിവാകുന്ന സത്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിക്ക് ഇനി രാഷ്ട്രീയത്തിലെന്നല്ല പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും പ്രവർത്തിക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷിയും അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ പൂർണ്ണമായി അനുസരിച്ച് അതിന് വിധേയമായി മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരെ മാത്രമേ നമ്മുടെ പൊതുരംഗത്ത് ആവശ്യമുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് ജയിലുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു വിധത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പരമാവധി ശിക്ഷ ആന്റണി രാജുവിന് ലഭിക്കട്ടെ.
30 വർഷത്തിന് മുകളിൽ എന്ന് പറയുമ്പോൾ വളരെ വൈകിയിരിക്കുന്ന ഒരു കേസാണ്. ജസ്റ്റിസ് ഡിലൈഡ് എന്ന് പറഞ്ഞാലും ജസ്റ്റിസ് ഡിനൈഡ് അല്ല എന്നുള്ളത് ഈ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷവും നമുക്ക് ബോധ്യമാവുകയാണ്. ഈ കാലയളവിനുള്ളിൽ ആന്റണി രാജു ഒരു ജനപ്രതിനിധിയായി, മന്ത്രിയായി, അങ്ങനെ രാഷ്ട്രീയമായിട്ട് പല നേട്ടങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും വളരെ വൈകിയാണെങ്കിലും 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിനെ മൊത്തത്തിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിരിക്കുന്ന ശ്രമത്തിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ മതിയാകൂ എന്നുള്ളതാണ് ഇതിനെ കേവലം ഒരു ജട്ടിക്കേസിന് മുകളിലേക്ക് വളർത്തുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക്, നിയമത്തിനെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക്, നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനത്തിനെ നോക്കി കൊഞ്ഞനം കൊത്താൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള പാഠമാകട്ടെ ഈ ജട്ടിക്കേസ് എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ കേസിന് പുനരുജ്ജീവനം നൽകിയ ശ്രീ TP സെൻകുമാറിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.